വചനം വചനം ത്രിയേക ദൈവമം വചനം. ഇന്ന് തിരുസഭ ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിൽ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1925 പയസ് 11 പാപ്പ ക്രിസ്തു രാജ്യത്വ തിരുനാളിന് തുടക്കം കുറിക്കുമ്പോഴും ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇതായിരുന്നു. അന്നത്തെ കാലത്ത് ലോകമഹായുദ്ധങ്ങളുടെ കാലമായിരുന്നു. ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ഭരിക്കുന്ന കാലം, ഇറ്റലിയിൽ മുസോളിനി ഭരിക്കുന്ന കാലം, റഷ്യയിൽ സ്റ്റാലിൻ ഭരിക്കുന്ന കാലം. ഇപ്രകാരം രാജ്യ നേതാക്കളെല്ലാം തങ്ങളാണ് രാജാക്കന്മാർ, അല്ലെങ്കിൽ ഭൂമി ഭരിക്കുന്നത് ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന കാലം. ഈ കാലഘട്ടത്തിലാണ് നമുക്ക് മറ്റൊരു രാജാവുമില്ല, ക്രിസ്തുവാണ് നമ്മുടെ രാജാവ് എന്ന് പയസ് 11 പാപ്പ ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി. അന്നു മുതൽ സഭ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു വരുന്നു. എന്നാൽ ഇന്ന് നാം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത്? ക്രിസ്തു നമ്മുടെ രാജാവാണ് എന്ന് നമ്മൾ ഉറക്കെ വിളിച്ച് പറയേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ തിരുനാൾ. പ്രധാനമായും 2 ഓർമ്മപ്പെടുത്തലുകളാണ് നാം വായനകളിലൂടെ വായിച്ചു കേൾക്കുക. ദാവീദിനെ രാജാവാക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: നീ ഇസ്രായേലിൻ്റെ ഇടയനും അധിപനുമായിരിക്കുമെന്ന് സ്വർഗസ്ഥനായ പിതാവ് അരുൾ ചെയ്യുന്നുവെന്ന്. ഇപ്രകാരം അരുൾ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ രാജാവായി പ്രതിഷ്ഠിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഇടയനും അധിപനുമാണെന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയേണ്ട ദിനം കൂടിയാണ്. 2ാം വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാ കാര്യങ്ങളിലുള്ള ക്രിസ്തുവിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണമെന്ന്. ഇപ്രകാരമുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ക്രിസ്തുരാജൻ്റെ രൂപങ്ങൾ കാണാറുണ്ട്. അതായത് നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ സ്വർണ്ണ കിരീടവും ചൂടിക്കൊണ്ട് രാജകീയ പ്രൗഢിയിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അപ്രകാരമുള്ള ഒരു ക്രിസ്തുവാണോ നമുക്ക് പേഴ്സണലായിട്ട് നമ്മൾ അനുഭവിക്കുവാൻ സാധിക്കുന്നത്? നമ്മൾ പേഴ്സണലായിട്ട് അനുഭവിക്കുന്ന ക്രിസ്തു ഇപ്രകാരമാണ്: ജനനം മുതൽ മരണം വരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിത്വം. ക്രിസ്തുവിന് വേണമെങ്കിൽ വലിയൊരു രാജകൊട്ടാരത്തിൽ രാജകുടുംബത്തിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ തിരഞ്ഞെടുത്തത് ഒരു പാപം സ്ത്രീയിലൂടെ ഭൂമിയിലേക്ക് കടന്നു വരാനാണ്. പുൽക്കൂട്ടിൽ ജനിച്ചു വീണ് ദാരിദ്ര്യത്തിൽ ജീവിച്ചു. വേണമെങ്കിൽ വലിയൊരു നഗരത്തിൽ വളരെയേറെ സമ്പന്നതയോടുകൂടി ജീവിക്കാമായിരുന്നു. പക്ഷേ നസറത്തിൽ ദാരിദ്ര്യത്തിൽ ജീവിച്ചു. തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ശിക്ഷണത്തിൽ ജീവിച്ചു പോന്നു. ക്രിസ്തുവിന് പിന്നീട് വേണമെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം താൻ ദൈവപുത്രനാണ്, എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു കൊള്ളുവിൻ എന്ന് പറയാമായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് ചെന്ന് കണ്ട് അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തർക്കും ഏത് രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് ആവശ്യമുള്ളത് അതുതന്നെ അവർക്ക് നൽകുകയും അവരുടെ ഒപ്പം ജീവിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ഒരു വ്യക്തിത്വം. അതിനുശേഷം തൻ്റേതല്ലാത്ത ഒരു കാരണത്താൽ മറ്റുള്ളവർക്ക് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും അവസാനം ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി കുരിശുമരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത്. അപ്രകാരം ക്രിസ്തു കുരിശുമരണം ഏറ്റുവെക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ക്രിസ്തു രാജൻ ഒരുപാട് അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്: നീ യഹൂദരുടെ രാജാവാണ് എന്നൊക്കെ പറയുമ്പോഴും യേശുവിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ ചുറ്റുമായിരിക്കുന്നത്. ഇപ്രകാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ക്രിസ്തു നമ്മുടെ രക്ഷ നേടുത്തുന്നത്. ക്രിസ്തുരാജൻ്റെ രൂപം കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇടത് കൈയിൽ ഒരു കുരിശും പിടിച്ച് വലത് കൈ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു രൂപം. പലപ്പോഴും ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്: ക്രിസ്തുവിനെ അനുകരിക്കുക, നമ്മുടെ ഇടയൻ്റെ പിന്നാലെ പോവുക, ക്രിസ്തു അധിപനാണെന്ന് വിളിച്ചു പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്നു പോവുക. അപ്രകാരം പാത പിന്തുടരുമ്പോൾ നമുക്ക് മുന്നിൽ ഇരിക്കുന്നത് കുരിശാണ് എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു നൽകുന്ന കുരിശുകൾ ഏറ്റുവെച്ചാൽ മാത്രമേ, അത് വഹിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നമുക്ക് ഒരു പങ്കാളികളാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
അതുപോലെ തന്നെ അനുഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു നമുക്കുണ്ട്. ഇടത് കരം കൊണ്ട് കുരിശാണ് നൽകുന്നതെങ്കിൽ വലത് കരം കൊണ്ട് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം നമ്മൾ ക്രിസ്തുവിൻ്റെ കുരിശ് ഏറ്റുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങുമ്പോൾ വലത് കരം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം ക്രിസ്തു ഇടയനാണ്, നമ്മുടെ ഇടയനാണ് എന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, നമ്മുടെ അധിപനാണെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിന് പ്രധാന സ്ഥാനമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, ക്രിസ്തു രാജനാണെന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, നമുക്ക് ഇപ്രകാരം ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് കുരിശും ഏറ്റുവെച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഒരു ഇടം നേടുവാനായിട്ട് നമുക്ക് സാധിക്കും.